ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. ശ്രീരാമ കഥാസാഗരം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരിശ്രീഗണപതയേ നമ. അവിഘ്നനമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ കഥാസാഗരം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നി ദിപ്പോളിവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാഭവൽ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്തേണ പീഡാന്വിതം. ബാല്യമനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹോദയാൽ പരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്തമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകാമീശ്വര മച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവി നിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരാബ്ധ കർമ്മവേഗാനുരൂപം ഭൂവി പാരമാർത്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരു ഉപദേശവും പറയാം തവ, ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ഡനായുള്ളത് ശാസ്യനാം രാവണൻ.
പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തജ്ഞാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർ കെത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്ങി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായ എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യ മാരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കിലർണവ മിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമാസ്മൃതി കൊണ്ടു സംസാര വാരാനിതേ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോ രാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത ത്യുന്നതനായ സമ്പാദി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവരന്മാർ കൗതുകത്തോടു മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. ചക്രതനയാതനൂജനാമങ്കദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗാബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ ചിങ്ങുവന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിന്നാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്യുതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കൊന്നൊരു കവി. 30 ചാടാമെനിക്കെന്നവരനു അപ്പടി 40 മറ്റേവനും. 50, 60, 70 80 ചാടാമെനിക്കൊന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായി അളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായ നിദാനീം ലവ നാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്ത ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമാജാത്മജൻ ചൊന്നതു കേട്ടതി നുത്തരം വൃത്താരിപുത്രനും ചൊല്ലിനാൻ.
അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയ മിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതീനെങ്കിലും. ഭൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായോരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാ ഗർഭച്യുതനായവനീ ലഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജനമേൽ പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മനസ്സേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടേ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറുകിയാല ചരിത്രങ്ങൾ മറന്നിതോ മനസ്സേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവ നങ്കുലിയ മധുമെന്തിനെന്നോർക്ക നീ. തുൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതി നിപ്രപഞ്ചത്തിലങ്കാർക്കുമാമല്ലടോ. ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായു പുത്രനോ മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു ഉലങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധാരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമാകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോരു വിധിസുത നാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുല മാശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും
ബദ്ധമോദത്തോടിരുന്നിതാക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. സുന്ദരകാന്ഡം. സകല ശുഗകുല വിമലാതിലകിതകളെ പരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധര നെങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരോടമിത ബലസഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചബലമമ്പരേ മാനേന പോകും നിദാശരേ ശാലയേ. അജതനയതനയ ശരസമമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമഭഗ്നീമഹം. അഖില ജഗദധിപനോട് വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനി മരണജലനിധിയ വിരവോടു കടക്കുമ ജന്മനാം കിം പുനസ്തസ്യ സൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമവിനഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരേ കേതിയായി ഗേതുമേ. ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകള തലവും ആർജവമാക്കി നിന്നാങ്കുചിതാം ക്രിയായൂർധനായനായി. ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിടിനാൻ. മാർഗവിഘ്നം. പതകപതിരിവ പവന സുതനത വിഹായസ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ. അമര സമുദയമനിലതനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവന സുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ. ഗഗനപതി പവന സുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധൗ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കവിവരാ. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്കനീ. മമ വദന കുഹരമതിൽ വിരവിനോട് പൂകനി മറ്റൊന്നുമോർത്തു കാലങ്ങളെയായികെടോ. സരസമിതിരപസദരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരു ശാസന ലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വവാ വരുന്നതു മുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൂക്കിടുവൻ. അനിർദമകതളിരിലൊരു പൊഴുതുമറിവീലഹ മാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കവികുലവരനൊടവളുമുര ചെയ്തിതു ദാഹവും ശുദ്ധം പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി അതി സപതി സാദരം
വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലും ഒരു യോജനായാമമ വ്യാശുകനന്ദനൻ നിന്നതു കണ്ടവൾ. അതിലധികതര വദന വിരവരമോടനാകുല മത്ഭുതമായ 5 യോജന വിസ്തൃതം. പവന തനയനും അതിനു തടിതി 10 യോജന പരിമിതി കലർന്നു കാണായൊരനന്തരം. നിജ മനസി ഗുരുകുതുകമൊടു സുരസയം തഥാ നിന്നാൾ 20 യോജന വായുമായി. മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നിടിനാൾ. അതു പൊഴുതു പവന സുതൻ അതികൃശ ശരീരനായ അങ്കുഷ്ടതുല്യനായ ഉൾപ്പുക്കരുളിനാൻ. തതനു ലഘുതരം അവനും ഒരു തര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുര സുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢ വചന നിശമനത ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയോടഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുധനത ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമജലവരനോടു ചൊല്ലിടിനാൻ. ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. സകര നരപതി തനേരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവൻ അറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ലതൽ കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം. മണി കനകമയ നമലനായ മൈനാഗവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരിതനയനഹമറിക കവിവീരാനി എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊൾകെടോ. അമൃതസമജലവും അതിമധുരമധുപൂരവും മാർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൾക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായ ആശുപോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിലശനശേനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിടിനാൻ. പുനരവനും അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തതനു ജലനിധിയിലതിഗംഭീരദേശാലയെ സന്തതം വാണെഴും ഛായാഗ്രഹിണിയും. സരിതതിപനു പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നീർത്തിടിനാൻ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിടിനാൻ. അതിവിപുലതര ഭയകാരാംഗിയെ കണ്ടള വങ്ക്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ
ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണമാരിതി മധ്യേ മനോഹരം ബഹുലഫല കുസുമ ദലയുധ വിടഭി സംകുലം വല്ലീകുലാവൃതം പക്ഷീ മൃഗാന്വിതം മണികനകമയ മമരപുര സദൃശമം ബുദ്ധി മധ്യേ ത്രികുടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം കനകവിരചിതം അതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ദടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശിചര പുരേ ഗൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജ മനസ്സി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജരാവൈരീ പുരംഗമീച്ചിടിനാൻ. ലങ്കാലക്ഷ്മി മോക്ഷം. പ്രകൃതി ചപലനുമധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറ ചവനി മകളടി മലരുമകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനഞ്ജസാ നിർഭയം ഉടൽ കടുകിനോടു സമം ഇടത്തുകാൽ മുമ്പിൽ ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശുലങ്കാശ്രിയേയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവ നേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുല ജവര സജീവവാമുഷ്ടി പ്രഹരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധി വിഹിതമിതു മമ പുരൈവദാതാവു താൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനവനീലവതരിക്കുമുൾ കാരുണ്യമോടഷ്ടിവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖാവിനാശത്തിനായി സരസിരുഹനയനടവീലത തപസ്സിനായി സാമ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവദനനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പൂക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേഘൻ തവാന്തികേ കലഹമവനോടു ദടിതി തുടരും അവളെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കവിയോടൊരു ദിവസ മടിതെടുതി കൊൾകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും രഘുപതിയോടിനി ഒരിടരൊഴിയ നടക്കൊള്ളുക നീ ലങ്കയും നിന്നാജിതയായി തിന്നെടോ നിഖില നിശിചര കുലപതിക്കൂ മരണവും നിശ്ചയാമേറ്റാമടുത്തു ചമഞ്ഞിതു ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുലരിപുദശ മുഖാന്തപുരാവരെ ദിവ്യലീലാവനെ പാദപ സംകുലേ നവകുസുമദല സഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ
ചുവട്ടിലതിശുച നിശിചരികൾ നടുവിലഴലൊടുമരുവീടും നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടനവനോടറിയിക്കപോ യാമ്പുതിയം കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാ മസ്തുതേ സ്വസ്ഥിരത്യുത്തമോത്തം സമേ ലഘുമധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ലഘു മധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ശ്രീരാമ കഥാസാഗരം. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം പാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതധ്യാത്മരാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായേതി സമർപ്പയാമി. ശ്രീരാമ കഥാസാഗരം. ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.